കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ ക്ഷണിക്കുന്നു. കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ മുട്ടയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ഒരു മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു പ്രശ്നം, ഒരു ചർച്ചാ വിഷയം. കോഴി ആദ്യമുണ്ടായോ, എന്നിട്ട് കോഴി മുട്ടയിട്ടിട്ട് പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയായിരുന്നു, അതോ ആദ്യം മുട്ടയുണ്ടായി എന്നിട്ട് മുട്ടയിൽ നിന്ന് കോഴി വിരിഞ്ഞ് അങ്ങനെയാണോ അത് നിലവിൽ വന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, ഒരു വൃക്ഷമാണോ ആദ്യം ഉണ്ടായത് അതോ അതിൻ്റെ കായാണോ, അതായത് ഒരു പുതിയ തൈ വളരുന്നതിന് സഹായിക്കുന്ന ഒരു വിത്ത്, അതാണോ ആദ്യം ഉണ്ടായത് അതോ വൃക്ഷമാണോ ആദ്യം ഉണ്ടായതെന്ന് നമുക്ക് ചോദിക്കാം. ശാസ്ത്രം പറയുന്നത് മുട്ട ആദ്യം ഉണ്ടായി, മുട്ടയിൽ നിന്ന് കോഴി വിരിഞ്ഞു, അങ്ങനെ നിലവിൽ വന്നു എന്നാണ്. പക്ഷേ അത് തെളിയിക്കുന്നതിന്, സ്ഥാപിക്കുന്നതിന് അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൃത്യമായി ആദ്യം കോഴി ഉണ്ടായി, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, മുട്ടയുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചുള്ളതായ വിവരണം നമ്മൾ വായിക്കുന്നത് ആദ്യ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 20 തുടർന്നുള്ള വാക്യങ്ങൾ. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിതാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 21 വാക്യം. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു, നല്ലത് എന്ന് ദൈവം കണ്ടു. 22 വാക്യം. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു, ദൈവം അവയെ അനുഗ്രഹിച്ചു. 23 വാക്യം. സന്ധ്യയായി, ഉഷസ്സുമായി, 5-ാം ദിവസം. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ 5-ാം ദിവസമാണ് മത്സ്യങ്ങളെയും പക്ഷികളെയും സൃഷ്ടിച്ചത് എന്ന് ഇവിടെ നമ്മൾ കാണുന്നു. കോഴി പറവജാതിയാണോ? കോഴി പറക്കുന്നില്ല എങ്കിലും അതിന് ചിറകുകളുള്ള ആ വർഗത്തിൽപ്പെട്ടതാണ്. കോഴിക്ക് ചിറകുകളുണ്ട്, അല്പം പറക്കാനും അതിന് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ആദ്യം ഉണ്ടായത് കോഴിയാണ്. എന്നിട്ട് അത് അതിൻ്റെ വംശ പരമ്പര വളരട്ടെ എന്ന് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. കോഴി മുട്ടയിടുകയും അത് വിരിഞ്ഞിട്ട് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ആദ്യം ഉണ്ടായത് കോഴിയാണ്, മുട്ട ആണ് രണ്ടാമത് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇത് അറിയുന്നത്? അത് വിശ്വാസത്താലാണ് നാം അറിയേണ്ടത് എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 11:3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായി? ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എന്താണ് ആ വിശ്വാസം? അതായത് നാം വായിക്കുന്ന ദൈവവചനം അത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. എഴുതപ്പെട്ട വചനം അത് നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 11 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:24. അതത് തരം കന്നുകാലി, ഇഴഞ്ഞാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉൽപ്പത്തി 1:25. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി, നല്ലത് എന്ന് ദൈവം കണ്ടു. അപ്പോൾ നമ്മൾ കാണുന്നതായ എല്ലാ ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് ദൈവത്തിന് വചനം പറയുന്നു. അതുപോലെ വേറൊരു കാര്യം, ആദ്യത്തെ സ്ത്രീയെ ദൈവം പുരുഷനിൽ നിന്നാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതിനുശേഷം പുരുഷൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുവാൻ തക്കവണ്ണം ദൈവം ക്രമീകരിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 കൊരിന്ത്യർ
11 അധ്യായം 12 വാക്യം. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു, എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. ഇതെങ്ങനെ സംഭവിക്കുന്നു? ദൈവമാണ് ഇതിൻ്റെ കാരണക്കാരൻ. ഇങ്ങനെ സൃഷ്ടിപ്പ് അനേക അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ വലിയ അഖിലാണ്ടത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു വലിയ സൃഷ്ടാവായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന്, ഞങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിന് ദൈവവഴി ഞങ്ങൾക്ക് സഹായിക്കണമേ. കർത്താവിൻ്റെ പുതിയ സൃഷ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് ദൈവവഴി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.